ചേട്ടാ, പത്മനാഭന്റെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് NDA മിന്നും വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? പത്മനാഭന്റെ മണ്ണാണ്, അനന്തപുരിയാണ്. അവിടെ BJPക്ക് ഇന്ത്യക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് എന്താ പറയുക, കേരളം പിടിക്കുന്നതിന് തുല്യം എന്നതിനെ തന്നെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഒരു 5 പോയിന്റ്സ് ആണ് ശ്രീജിത. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതായത് BJPയുടെ ഒരു സംഘടനയുടെ ഒരു ഡെവലപ്മെന്റ് വിഷൻ ഉണ്ടായിരുന്നു, സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. ആ സംഘടനാ സംവിധാനത്തിന് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ മാർക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ആ സംഘടനാ സംവിധാനത്തിന് വളരെ സക്രിയമായി ചലിപ്പിക്കാൻ വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു സംഘടനാ ലീഡർഷിപ്പ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയും ആ ലീഡർഷിപ്പ് അവിടെ കൃത്യമായി തന്നെ കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എടുത്തു പറയേണ്ടത്. രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ കാണുന്നത് അവിടുത്തെ RCയുടെ ഡെവലപ്മെന്റ് ഒരു വിഷനാണ്. RC എന്ന് വെച്ചാൽ റിയൽ ചേഞ്ച്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ആ അധ്യക്ഷൻ തന്നെ നേരിട്ട് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമെന്നുള്ള കൃത്യമായ ഉറച്ച ബോധ്യത്തോടുകൂടി ടാർഗറ്റ് ഇട്ട് ഓരോരുത്തർക്കും, ഓരോ സംഘടനയുടെ ചുമതലയുള്ള ഓരോ നേതാവിനും ലീഡർഷിപ്പിനും ടാർഗറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, എന്തൊക്കെ പോരായ്മകൾ അവർക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്, എന്തൊക്കെ വിലയിരുത്തൽ അതിൻ്റെ അകത്ത് നടത്തണം, എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകൾ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ അവിടെ ഒരു BJP ലീഡർ എന്ന നിലയിലല്ല രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ ഉയർത്തി കാണിക്കുന്നത് ശ്രീജിത, അത് ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ, അതായത് ഇന്നൊരു ട്രോളിൽ ഞാൻ കണ്ടു, കഴിഞ്ഞ പതിറ്റാണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് BJP കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കിട്ടാത്ത തിരുവനന്തപുരം കോർപ്പറേഷന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് BJPന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന മിടുക്ക് ആര്യ രാജേന്ദ്രൻ കാണിച്ചു എന്നൊരു ട്രോളിൽ കണ്ടു. സത്യത്തിലുള്ളത് തന്നെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷന്റെ പര്യടനത്തിന്റെ ഭാഗമായി പോയ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ആര്യ രാജേന്ദ്രന് അഴിമതി കഥകൾ, 40ഓളം അഴിമതി കഥകളാണ് എണ്ണിയ ഓരോ സ്ഥാനാർത്ഥികളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന ആശാനാഥിന്റെ കരുമമ്പാടിൽ പോയി, ശാസ്തമംഗലത്ത് പോയി, അതേപോലെ തന്നെ കൊടുങ്ങാനൂരിൽ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ അത്തരത്തിൽ കരമനയിൽ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിക്കവാറുമുള്ള തമ്പാനൂർ പോയിട്ടുണ്ട്. അങ്ങനെ മിക്കവാറുമുള്ള വാർഡുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ വാർഡുകളിൽ നിന്നെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത്, ആ വാർഡുകളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്, ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലേക്ക് ഒരു ഘട്ടത്തിൽ ഖ്യാതി നേടിയിട്ടുള്ള മേയർ, ആ നഗരസഭയുടെ, ആ കോർപ്പറേഷന്റെ, CPM സംസ്ഥാന നേതൃത്വത്തിന്റെ, ജില്ലാ നേതൃത്വത്തിന്റെ എല്ലാം ഒരു ശകുനിയായി മാറുന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ആ ആര്യ രാജേന്ദ്രന്റെ ഈ പറയുന്ന ഇടപെടൽ തന്നെയായിരുന്നു അവിടുത്തെ ഭരണവിരുദ്ധ വികാരമായി മാറിയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന നിലയിൽ ഞാൻ ഉയർത്തി കാണിക്കുന്നത് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ശ്രീജിക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ശ്രീലേഖ മേഡത്തിനെ പോലെയുള്ള മുൻ DGP പോലെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വിഷണറി പ്ലാൻ എന്താണ്? നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരു പോഡ്കാസ്റ്റിനുള്ളിൽ പോലും നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള വിഷണറി പ്ലാന്. VV രാജേഷൻ, കൊടുങ്ങന്നൂർ വാർഡിലുള്ള VV രാജേഷേട്ടനുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിയത് നമുക്ക് നിർത്താൻ പറ്റാത്ത അത്രയും വിഷൻ പ്ലാനാണ്. അവിടുത്തെ വേസ്റ്റ് സംബന്ധിച്ചുള്ള പ്ലാനുണ്ട്, വാട്ടർ സംബന്ധിച്ചുള്ള പ്ലാനുണ്ട്, തെരുവുതായ ശല്യം സംബന്ധിച്ചുള്ള പ്ലാനുണ്ട്, അവിടുത്തെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്ലാനുണ്ട്, കായികം ബേസ് ചെയ്തിട്ട്, ടൂറിസം ബേസ് ചെയ്തിട്ട്, സിനിമ ബേസ് ചെയ്തിട്ട്, IFFക്ക് ബേസ് ചെയ്തിട്ട്, അവിടുത്തെ എന്താ പറയുക വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട്, ഈ പറയുന്ന ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയക്കെതിരെ എങ്ങനെ പോരാടണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടമ്മമാർ വീട്ടിൽ ജോലിയില്ലാത്തവർക്ക് എന്തൊക്കെ ജോലികൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനുകൾ, കേന്ദ്ര സർക്കാരിന്റെ ഏതൊക്കെ പദ്ധതികൾ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷനിൽ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ള പ്ലാനുകൾ, അങ്ങനെ അനവധിയായിട്ട് പ്ലാനുകൾ ഉണ്ടായിരുന്ന ഒരു സമ്പുഷ്ട പ്ലാൻ അവരുടെ കയ്യിൽ ഭരണം കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന നമ്മളിപ്പം എന്താ പറയുക ശ്രീലേഖ മേഡത്തിൻ്റെയോ അല്ലെങ്കിൽ VV രാജേഷിൻ്റെയോ അല്ലെങ്കിൽ 1-2 സ്ഥാനാർത്ഥികളിൽ അതിനപ്പുറത്ത് മിക്കവാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സ്വാതിയായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്വാതി പോലും പറഞ്ഞത് അവിടുത്തെ ഈ പറയുന്ന ആര്യ രാജേന്ദ്രന് എതിരെയുള്ള ഈ പറയുന്ന അഴിമതികളെക്കാളും സ്വാതി അവിടെ നമ്മളോട് പറഞ്ഞെന്താ,
ഡെവലപ്മെന്റ് വിഷനെ കുറിച്ചാണ്. അപ്പം അവിടെയുള്ള ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതി വരെയുള്ള സ്ഥാനാർത്ഥികൾ, സ്വാതി ജയിച്ചല്ലേ, ജയിച്ചു, സ്വാതി വരെയുള്ള സ്ഥാനാർത്ഥികൾ എല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് ആണ്, ആ ഡെവലപ്മെന്റ് വിഷൻ ആണ്. അനന്തപുരി കഴിഞ്ഞ 45 വർഷമായി അവിടെ ഭരിക്കുന്ന LDF അനന്തപുരിയെ നശിപ്പിച്ചിരിക്കുകയാണ്. ആ അനന്തപുരി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു 5-10 നഗരങ്ങളിൽ ഒരു നഗരമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഡെവലപ്മെന്റ് വിഷൻ അവിടെ ഉണ്ടാക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ മണ്ണിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ഡെവലപ്മെന്റ് വിഷൻ അവതരിപ്പിക്കും. അതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകും. എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് കാർഡ് തന്നെ എല്ലാ വർഷവും വെക്കാൻ പറ്റും എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. ആ പറഞ്ഞ വാക്കിനെ അവിടുത്തെ ജനങ്ങൾ മുഖവിലക്കെടുത്തത്. അവർ കണ്ടു മടുത്തു ശ്രീജിത, അവർ മടുത്തു. അവർ ഈ പറയുന്ന ഈ വികസന മുരടിപ്പ് കണ്ട് മടുത്തു. തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ചെറിയൊരു നഗരത്തിന് വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു, റോഡിന്റെ വികസനം ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, സ്മാർട്ട് സിറ്റിന്റെ ഭാഗമായിട്ട് അവിടെ തിരുവനന്തപുരത്തിന് കൊടുത്തുള്ള കോടിക്കണക്കിന് രൂപ കേന്ദ്രം കൊടുത്തത് അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലേക്ക് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ റോഡുകൾ കുളമായി കിടക്കുകയാണ്, ആ രീതിയിലേക്ക് കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ നിലയിലേക്കാണ് അവിടുത്തെ ഈ പറയുന്ന വികസനം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയിലുള്ള നല്ല കാൻഡിഡേറ്റ്സിനെ, അത് ആ ശ്രീലേഖ മുതൽ സ്വാതി വരെയുള്ള നല്ല കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആയിട്ട് 4ാമത്തെ പോയിന്റായി ഞാൻ കാണിക്കുന്നു. 5ാമത്തെ പോയിന്റ് തീർച്ചയായും തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന ജില്ലയാണ്, തലസ്ഥാനത്തെ മണ്ണാണ്. ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ താമസിക്കുന്നത് ഇപ്പോൾ കണ്ണൂരല്ല, ഈ പറയുന്ന തിരുവനന്തപുരത്താണ്, അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെയുള്ള എല്ലാ വികാരങ്ങളും കൃത്യമായി പ്രതിഫലിക്കുന്നത്, എല്ലാ പ്രതിഷേധ മാർച്ചുകളും നടക്കുന്നത്, എല്ലാ പ്രതിരോധ ധർണകളും നടക്കുന്നത്, എല്ലാ വഴി തടയലും നടക്കുന്നത്, എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ഈ പറയുന്ന തലസ്ഥാനത്താണ്. അവിടെ സ്വർണം കെട്ടിട്ടുള്ള ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികളുടെ കോടാനുകോടി രൂപയുടെ സ്വർണം കെട്ടിട്ടുള്ള അതിന് കൂട്ടുത്തരവാദിത്വം വഹിച്ചിട്ടുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഓരോ കൊള്ളരുതായ്മകളും പോരായ്മകളും അവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് എതിരായിട്ടുള്ള ഒരു വികാരം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന 5 പോയിന്റാണ് ഞാൻ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് BJP-യുടെ ആ ഒരു വിജയത്തിലേക്ക് എന്താ പറയുക ഒരു വഴിയായി കാണുന്ന ഈ പ്രധാനം. ഇനിയിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, എല്ലാവരും തന്നെ UDF ആയിക്കോട്ടെ LDF തന്നെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഒരു മേയർ കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരു കാൻഡിഡേറ്റിനെ മുന്നോട്ട് വെച്ചിരുന്നു. ആ കാര്യത്തിലും BJP വളരെ 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 നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിക്കൽ മൂവ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് VV രാജേഷ് ആയിരിക്കോ അല്ലെങ്കിൽ R ശ്രീലേഖ ആയിരിക്കോ മേയർ എന്നുള്ളതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇത് BJP ആണ് ഈ മേയർ ആയി വരുന്നത്. ചിലപ്പം VV രാജേഷ് ആവില്ല, R ശ്രീലേഖമായിരിക്കില്ല, ഇതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് മറ്റൊരു മുഖം ചിലപ്പം വരാനുള്ള സാധ്യത പോലും BJP-യെ സംബന്ധിച്ചിടത്തോളം തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം BJP അതാണ്, ആ BJP-ക്കുള്ളിലുള്ള രഹസ്യങ്ങൾ അത് ചോർത്തിയെടുത്ത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ പഠിച്ച പണി, ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങൾ പഠിച്ച പണി എടുത്തിട്ട് പോലും നടന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ് പറയാം, ആരായിരിക്കും BJP-യുടെ മേയർ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരാൾക്കും ഒരു ഉത്തരവും പറയാൻ പറ്റില്ല, ഒരു മാധ്യമത്തിനും പ്രഡിക്ഷൻ നടത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ഇപ്പോൾ തന്നെ വാർത്തകൾ കൊടുത്തു തുടങ്ങിയനെ അവിടെ VV രാജേഷ് ആണോ R ശ്രീലേഖയാണോ, ഇവർ തമ്മിൽ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, അത് ഇത് ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു തുടങ്ങിയനെ. പക്ഷെ അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പറ്റുന്ന ഒരു തുമ്പും അവർക്ക് കിട്ടാതിരിക്കുന്നത് ഈ സംഘടനയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് JP നദ്ദയാണ്. ഈ സംഘടനയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ സംഘടനയ്ക്ക് ഇന്ന് രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അധികാരമുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ MP-മാരുള്ളത് ഈ സംഘടനയ്ക്കാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് ഈ സംഘടനയ്ക്കാണ്. അത് ഒരു ദിവസം രാവിലെ പൊട്ടിമുളച്ചുണ്ടായതല്ല ശ്രീജിത, അത് പണിയെടുത്തുണ്ടാക്കിയാണ്. ഇലക്ഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ള അറിയുന്ന സംഘടനയാണ് ഈ പറയുന്ന BJP. അതുകൊണ്ട് BJP-ക്ക് ഈ വിജയത്തിലേക്ക് 45 വർഷത്തെ LDF-ന്റെ ഭരണം തകർത്തുകൊണ്ട്, അവരുടെ കോട്ടക്കുത്തളങ്ങൾ തകർത്തുകൊണ്ട്
IB വിനുവിനെ പോലെയുള്ള അവിടുത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട ഫേസുകളെ തകർത്തുകൊണ്ട് അവിടെ ഭരണം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ BJP രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസിത നഗരമാക്കി ഈ പറയുന്ന തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.